നമുക്കൊരു നിമിഷം ഇരിക്കാം. അച്ഛനെ കൺവെൻഷൻ്റെ അവസാന ദിവസം പറഞ്ഞു തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. കുമ്പസാരിക്കണം. 2024 നമുക്ക് ഒത്തിരി ഭയാനകമായൊരു വർഷമാണ്. പല കാര്യങ്ങൾ കൊണ്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ നമുക്കൊത്തിരി ഭയാനകമായ വർഷം. അതുകൊണ്ട് നിങ്ങൾ കുമ്പസാരിച്ച് ഒരുങ്ങണമെന്ന് പ്രത്യേകമായിട്ട് അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇല്ലെങ്കിൽ ഒത്തിരി നമുക്ക് വരുന്നത്, ഒന്നാമത് വരുന്നത് അറ്റാക്ക്, സ്ട്രോക്ക്. രണ്ടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടൊരു ഒരേ ഒരു മാർഗം മാത്രമുള്ള കുമ്പസാരം. നമ്മൾ ഡോക്ടർമാരോട് ചോദിച്ചു, ഡോക്ടർമാർക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്ട്രെസ്സ്, ടെൻഷൻ, ഇതിൻ്റെ ബേസിൽ നിന്നാണ് ഈ സ്ട്രോക്കും അറ്റാക്കും വരുന്നത്. കുമ്പസാരത്തിലാണ് ഏറ്റവും കൂടുതൽ വിടുതൽ. അപ്പോൾ ചോദിക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് അച്ഛാ കുമ്പസാരിച്ചുകൊണ്ട് കാര്യമുണ്ട്. തടസ്സം മാറാനായിട്ട് ഏറ്റവും നല്ലൊരു, നിങ്ങൾ ഏതച്ഛൻ്റെ അടുത്ത് പോയാലും എത്ര ഡെലിവറൻസ് കിട്ടിയാലും കുമ്പസാരത്തിൻ്റെ ഒപ്പം ഒരു ഡെലിവറൻസും ഇല്ല. കുമ്പസാരമാണ് ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ എക്സോസം. പിശാച് ഭയന്ന് വിറയ്ക്കും കുമ്പസാരം കൊണ്ട് അടുത്ത് വരാനായിട്ട്. ഞാൻ കണ്ണൂർ പോയപ്പോൾ കൺവെൻഷൻ സമയത്ത് പറഞ്ഞത് മുഴുവൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബമൊക്കെ എല്ലാവരെയും കൂടെ കുമ്പസാരിക്കണം. അനാഥത്തോട് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ ഒട്ടന്നെ കർത്താവ് അവിടെ അടയാളം പ്രവർത്തിക്കും. ഒത്തിരി പ്രശ്നങ്ങളോടെ നമ്മൾ കടന്നു പോവാം. നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്താണ് കർത്താവിൻ്റെ പദ്ധതികൾ. അതുകൊണ്ട് നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും, കുടുംബത്തിലെല്ലാവരും കുമ്പസാരിച്ച് പ്രാർത്ഥിക്കണം. ഒറ്റൊരു കാരണം കൊണ്ടാണ് നല്ല കള്ളൻ സ്വർഗത്തിൽ പോയത്. അവൻ അനുതാപത്തോടു കൂടിയിട്ട് പാപമേറ്റു പറഞ്ഞു, നീ നിന്നോട് കൂടി പരദേശിലായിരിക്കുന്നത്. വേറെ ഒന്നും കർത്താവ് ചോദിച്ചില്ല. നീ അത് ചെയ്തത് ഒന്നും ചോദിച്ചില്ല. ഒറ്റൊരു അനുതാപത്തോടെ കുമ്പസാരത്തിലെ ആ അനുതാപത്തോട് പാപമേറ്റു പറഞ്ഞു, ഈശോയിലേക്ക് നോക്കി. ഒറ്റൊരു കാരണമുള്ളൂ, സ്വർഗം കിട്ടാനായിട്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ വീട്ടിലുള്ള ആളുകൾക്ക് പറഞ്ഞ് കുമ്പസാരിപ്പിക്കണം. എനിക്കറിയാം, ഒരു 5 വർഷമായിട്ട് കല്യാണം നടക്കണില്ല. ദുബായിൽ ഫാമിലിയാണ്. അപ്പനമ്മയൊക്കെ നോയമ്പെടുത്ത് കൂടെ പ്രാർത്ഥിച്ചു, ഒരു വസ്തു നടക്കണില്ല. അവസാനം അമ്മ പറഞ്ഞു, മോനെ നീ ഒന്ന് പോയി കുമ്പസാരിക്കുക. അവന് വർഷങ്ങളായി കുമ്പസാരിച്ചിട്ട് കുമ്പസാരം ഇല്ല. അവൻ മെയ് മാസം പോയി കുമ്പസാരിച്ചു. 1 മാസത്തിനുള്ളിൽ കല്യാണം ഓൾറെഡി. അതുപോലെ തന്നെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഫാമിലി എന്ത് ചെയ്താലും വിജയിക്കില്ല. ഞാൻ പറഞ്ഞു, നീ എല്ലാ മാസം കുമ്പസാരിക്കാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു മകൻ എടുത്തു വന്നിരുന്നു, കോൺട്രാക്ടറാണ്, പർപ്പുരയുള്ളതാ, വലിയ കോൺട്രാക്ടർ. അവന് ബാംഗ്ലൂരൊക്കെ ഒത്തിരി പ്രോജക്റ്റ് ഉണ്ട്. പക്ഷെ അവന് പട്ടി പോലെ പണിയെടുക്കുന്നുണ്ട്. പക്ഷെ ഒന്നും 10 വരെ 15 ചിലവാകും. അവൻ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചു, അച്ഛൻ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ പറഞ്ഞു, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം. നിന്റെ നിന്റെ സൈറ്റ് കർത്താവിന് സമർപ്പിച്ച് നീയോട് കുമ്പസാരിക്കാൻ പറഞ്ഞു. ആ കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോഴോ ആ സൈറ്റിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോയി. വേറെ ഒന്നും കൂടി ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇത്ര മാത്രം ഞാൻ 2 ആഴ്ച പോകും നീ കുമ്പസാരിച്ചു വരിക. അതുകൊണ്ട് അച്ഛൻ നെഞ്ചത്ത് കൈവച്ച് കണ്ണീരോടുകൂടി പറയുക, നിങ്ങളുടെ അടുത്ത് കുമ്പസാരിക്കണം, അനാഥത്തോട് കുമ്പസാരിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾ ആരെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒത്തിരി സ്ട്രോക്കും അറ്റാക്കും, പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷം പിശാച് ചെയ്ത ഏറ്റവും വലിയ പാതകം എന്ന് വെച്ചാൽ ഒത്തിരി യുവജനങ്ങൾ, 25-നും 40 വയസ്സുള്ള ഒത്തിരി യുവജനങ്ങൾ കുമ്പസാരിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ കഷ്ടമായിട്ടുള്ളത്. കുർബാനയും കുമ്പസാരത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ഈ കൊറോണ ശേഷം ഒരു മന്ദത ഈ ലോകത്തുണ്ട്. അതിൻ്റെ തിരിച്ചറിവ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് വന്നാൽ തന്നെയാണ് നമ്മൾ പഠിക്കണം. നമ്മൾ ഓടണമെങ്കിൽ അടികിട്ടണം. കഴിഞ്ഞ ദിവസം ഞാനൊരു മകനോട് പറഞ്ഞു, 35 വയസ്സായിട്ട് അവൻ ബിസിനസ്, നീ കുമ്പസാരിക്കടാ പറഞ്ഞു. കുമ്പസാരിച്ചില്ല. അവൻ്റെ ബിസിനസ് റെഡിയാവുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റ്, ഇവിടെയൊക്കെ പൊട്ടിപ്പിരിക്കുന്നുണ്ട്. ഒന്നും നമ്മളൊന്നും ആവശ്യപ്പെടുന്നില്ലേ? കുമ്പസാരിക്കുക അനുതാപത്തോടു കൂടി. പ്രത്യേകിച്ച് നമ്മുടെ യുവജന കുമ്പസാരം നകന്നു പോയി.
ഒക്കെ പറഞ്ഞ ഏറ്റവും നിങ്ങൾ ധ്യാനം കൂടിയിലും കുഴപ്പമില്ല, ഒന്ന് അനുതാപിച്ച് കുമ്പസാരിച്ചാൽ മാത്രം മതി. കർത്താവ് അത്രയും കരുണയൊക്കെ ചൊരിയാനായിട്ട് കർത്താവിന് ആഗ്രഹമുണ്ട്. നീ ഏറ്റവും വലിയ ഏത് കൊലപാതകമോ എന്തു വഴി ചെയ്തോ, പക്ഷെ ഒരു കാര്യം മാത്രം, അനുതാപത്തോട് കുമ്പസാരിച്ചാൽ മതി. കർത്താവ് അവിടെ കരുണ കാണിക്കും. കർത്താവിൻ്റെ കരുണ അത്രയും നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല, മനുഷ്യന് ചിന്തിക്കാൻ പറ്റില്ല, അത്രയും കരുണയാണ്. അപ്പോൾ കുമ്പസാരിച്ച് അതിനുവേണ്ടി നോമ്പ് കാലഘട്ടം പ്രത്യേകമായിട്ടും പാപത്തിനെ വെറുത്ത് അനുതാപത്തോട് കൂടിയിട്ട് ആണ് നോമ്പ് കാലഘട്ടം. ഇപ്പം നമ്മുടെ ദിവസങ്ങളിലെ മാനസാന്തരപ്പെടാനായിട്ട്, അനുതാപത്തോട് കുമ്പസാരിക്കാനായിട്ട് നിങ്ങൾ സാധിക്കുന്നവരൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ മാത്രമല്ല, അങ്ങനെ കുമ്പസാരിക്കാത്ത ഒത്തിരി മക്കൾ നമുക്ക് നമ്മുടെ ഇടവകളിലും കുടുംബങ്ങളിലും ഒക്കെ ഉണ്ട്. അമ്മച്ചി പറഞ്ഞ പോലെ, അച്ഛാ ഞാനെന്താ ചെയ്യുക? അമ്മച്ചിനെ ഞാൻ മോനെ ആക്സിഡൻറ്റ് പറ്റി കാണാൻ ഞാൻ കൈസം പോയിരുന്നു. അപ്പം അമ്മച്ചി പറഞ്ഞു, അച്ഛാ ഞാനെന്താ ചെയ്യുക? ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞു നോക്കി, തലയ്ക്കകത്ത് കയറുന്നില്ല. അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി സാരമില്ല, അമ്മച്ചി ഒന്നും ഞാൻ പറയണ്ട, പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ മക്കളോട് നമ്മൾ പറയുന്നുണ്ട് കുമ്പസാരിക്കുമ്പോൾ, പക്ഷെ കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക, ശക്തമായിട്ട് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടിയിട്ട്. ഒരു അനുതാപത്തോട് കുമ്പസാരിക്കുക ചെയ്യാനായിട്ട്. ആ കുമ്പസാരം കഴിയുന്നതോടുകൂടി എല്ലാ തടസ്സങ്ങളും മാറിപ്പോകും. നമുക്ക് ഇനി വരാൻ പോണത് നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഒന്നും കാര്യം പറയില്ല. അത്രയും ഭയാനകമായിട്ടാണ് ഈ 2024 കടന്നു പോവുക. എന്തൊക്കെ ദുരന്തങ്ങളാക്കി വരാൻ പോണെന്നുള്ളത് നമുക്കത് പ്രവചിക്കാൻ പറ്റില്ല. അതേപോലെയാണ് കടന്നു വരാൻ പോണത്. അതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ടും ഈ ദിവസങ്ങളിലെ കുമ്പസാരിക്കാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കണ്ണീരൊഴുക്കി ത്യാഗെടുത്ത് പ്രാർത്ഥിക്കാം. അനുതാപത്തോട് കൂടിയിട്ട് മനസ്സാന്തരം ഉണ്ടാവും, കർത്താവ് കരുണ കാണിക്കും. അപ്പം നമ്മൾ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് അതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചു ഒരുങ്ങാം. നമുക്കെല്ലാവർക്കും മുട്ടിമേ നിൽക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഈ സ്നേഹകൂട്ടായ്മയെ അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹായകനെ പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തി ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, നമ്മുടെ കാപ്പയും ഗതിരിച്ചെങ്കിൽ പ്രത്യേകമായിട്ടും ഞങ്ങൾ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അനുതാപവും പാപബോധം പശ്ചാത്താപം മാനസാന്തം ഉണ്ടാകാനായിട്ട് ഓരോ മക്കളും യേശുവിലേക്ക് അടുക്കാനായിട്ട്, അനുതാപവും കുമ്പസാരത്തിലൂടെ ഒരു അഭിഷേകം അനുഗ്രഹങ്ങളിലേക്ക് ചൊരിയപ്പെടുവാനായിട്ട്, അതുവഴി പരിശുദ്ധ കുർബാനയിലുള്ള തീക്ഷ്ണമായ ആഗ്രഹം അവർക്ക് ജനിപ്പിക്കുവാനായിട്ട് ശക്തിപ്പെടുത്തി ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവിന്റെ സ്നേഹവും പുരുഷന്മാരുടെ സഹവാസവും റോസാമിസ്ത്രീ പിതാവിന്റെ അനുഗ്രഹവും നിങ്ങളുടെ മേലും കുടുംബത്തിന് മേലും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്കും സ്തുതി.